വിടറാ. അങ്ങനെ ഇപ്പൊ വലിക്കാം. ഒരു സീറ്റ് വലിക്കാൻ പോലും വിടില്ലെന്ന് പറഞ്ഞു. എവിടെ ഇരുന്നേ? ചെയ്യൂന്ന് പറഞ്ഞു. ഇനി നമ്മളെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തുന്നു. അതാണ് കോടതി വിധി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയാൻ ഞാൻ വെള്ളത്തിലായി പോയി ചേട്ടാ. എനിക്ക് കല്യാണം വേണ്ട, നീ വേണം കെട്ടിക്കോ. അടിവെച്ചാൽ വർത്താനം പറയല കേട്ടോ. ചേട്ടൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇന്ന് വരെ ഇല്ല. എങ്കിൽ എവിടെയെങ്കിലും കയറി ഒരു പെണ്ണിനെ പ്രേമിക്കേ, സംഗതി ഞാൻ ഫിറ്റ് ചെയ്ത് തരാം. കല്യാണം വേണ്ടാത്ത എനിക്ക് എന്തിനാടാ പെണ്ണ്? നീ സൈഡ് എടുത്ത് വെക്കോ. അതിന് ട്രാഫിക് പോലീസ് സമ്മതിച്ചിട്ട് വേണ്ടേ? ആൺ പോലീസും പെൺ പോലീസും ഉണ്ട്, അച്ഛനും അമ്മയും. എങ്കിൽ നീ എന്നും ഇങ്ങനെ സൈഡിൽ വെച്ച് പിന്നെ കിടക്കത്തേ ഉള്ളൂ, കല്യാണം നടക്കത്തില്ല. കുഴഞ്ഞല്ലോ ദൈവമേ. ഇനി ഈ സന്യാസിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക് എന്താ വഴി? ഭക്തേ, ഈ ദേവനെ തീരെ ഗവനിക്കാൻ പോവാണ്. ഒന്ന് തൊഴിഞ്ഞിട്ടെങ്കിലും പോ. ദേവന്മാരിരിക്കേണ്ടതേ അമ്പലത്തിനകത്താ. ഞാൻ ചുറ്റമ്പലത്തിനകത്താണല്ലോ. ഈ ദേവനിപ്പോ എന്ത് വേണം? ഇവിടെ വെച്ച് പ്രസാദമല്ലാതെ ചോദിക്കാൻ പറ്റുമോ? തൊട്ടോളൂ. സ്നേഹമുണ്ടെങ്കിൽ തൊടിയിച്ചതാ. സത്യത്തിൽ നീ കണ്ടത് ബാലചന്ദ്രനെ തന്നെ ആയിരുന്നു? അത് കൊള്ളാം. നമ്മുടെ മോനെ കണ്ടാൽ എനിക്കറിയത്തില്ലേ? എനിക്കത് വിശ്വസിക്കാൻ ഒക്കുന്നില്ലല്ലോ ലക്ഷ്മി. ആദ്യം എനിക്കും വിശ്വാസമായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ സംശയം തീർന്നത്. ബാലേന്ദ്ര, നീ എവിടെ പോയിരുന്നു? ഞാൻ വർഷാപ്പിൽ നിന്ന് വരിക. നീ അമ്പലത്തിൽ പോയിരുന്നു? ഇല്ല, ഞാനങ്ങനെ അമ്പലത്തിൽ പോകാറില്ലല്ലോ. പിന്നെ നിന്റെ നെറ്റിയിൽ എവിടെ നിന്നായി ചന്ദനക്കുറി? ചന്ദനം തുടച്ചു കളയാം, പക്ഷെ അത് തൊടിയിക്കുന്നത് നിന്റെ അമ്മ കണ്ടുപോയില്ലേ? അതിനെന്താ ഒരു പരിഹാരം? ഡാ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഇങ്ങോട്ട് വാ. എടാ, ആ കോലത്തെ പെണ്ണും നീയുമായിട്ട് എന്താ? ചേടാ, ഇത് നല്ല ചോദ്യം. അവര് തമ്മിൽ സ്നേഹമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണോ? ഇത് വെറും സ്നേഹമാണോ അതോ കല്യാണം ചെയ്യണമെന്നുള്ള താല്പര്യമാണോ? അത് നടക്കില്ല അച്ഛാ. അതെന്താ? ആ കോലവുമാണെങ്കിൽ ആകെ നശിച്ചു കിടക്കുകയാണ്. അച്ഛന്റെ ഇന്നത്തെ നിലയ്ക്ക് ഭയരപ്പാളി. എടാ, നിന്റെ തന്തയെന്ന് പറയുന്നത് ഞാനേ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. അറിയാവിടെ എനക്ക്? കോലോത്തി എന്ന് പെണ്ണി ചോദിക്കാൻ അന്നും ഇന്നും എനിക്ക് അർഹതയില്ല. എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. തിരുമേനി സമ്മതിച്ചാൽ നിന്റെ ഭാഗ്യം. ഇന്ദുവിന് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. അപ്പൊ പിന്നെ സമ്മതത്തിന്റെ കാര്യം പറയണോ? എന്നാലും ഒരു തരി പൊന്നെങ്കിലും. ആ കാര്യത്തിൽ തിരുമേനി വിഷമിക്കണ്ട. കല്യാണം സംബന്ധിച്ചുള്ള എല്ലാ ചിലവുകളും ഞാൻ ഏൽക്കുന്നു. എനിക്ക് തിരുമേനിയുടെ സമ്മതം മാത്രം മതി. വേണ്ടേ? ഇത് ഈശ്വര നിശ്ചയമാ. അപ്പോ അത് മംഗളായി അങ്ങടങ്ങ് നടക്കട്ടെ. കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. നിങ്ങളുടെ രണ്ടു കുടുംബവും എന്നും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയണം. ഇന്നു മുതൽ ഞാനും അച്ഛനും പഴയ വീട്ടിൽ കഴിഞ്ഞോളാം. അതെന്തിനാ അമ്മേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാം. വേണ്ട മോനെ, നമ്മൾ ഈ നാട്ടിൽ ആദ്യം വന്നപ്പോ താമസിച്ചത് ആ വീട്ടില്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. മുകളിലത്തെ നില രാജന്, താഴത്തെ നില ബാലന്. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ഇനി പൊക്കോളൂ.
പാവം നല്ല ഉറക്കം. ലക്ഷ്മി, ഉം. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയുമോ? എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം നിനക്കിപ്പോ ഓർമ്മ വരുന്നില്ലേ? എന്ത് ചോദ്യമായത്? നാണമില്ലല്ലോ. നാണമോ? ഇനിയോ? എന്തിന്? അമ്മേ, അമ്മേ, ആ നോക്കണേ, പിള്ളേര് വിളിക്കുന്നു, പിള്ളേര് വിളിക്കുന്നേ. നേരം വെളുത്തത് അറിഞ്ഞേയില്ല. ഓ, നേരം വെളുത്തത് അറിഞ്ഞില്ല. എന്തായാലും നല്ല കണി. ആ, കാപ്പിക്ക് മക്കളെ. നീ എന്താടി നാണിച്ച് മൂല കയറി നിൽക്കുന്നത്? ഇതെന്തൊരു മനുഷ്യനാ? എന്തു പറ്റി? അതുങ്ങൾക്ക് വല്ല സംശയം തോന്നി കാണും. അതുങ്ങൾ എന്ത് കണ്ടു, നമ്മൾ എന്ത് ചെയ്തു? എടി, അല്ലേലും അവർക്കറിയാം അവരുടെ ഭർത്താക്കന്മാരെ പ്രസവിച്ചത് നീയാണെന്ന്. ഓ മതി. ആ, ഇവരെപ്പോഴാ ഒന്നാം വിരുന്നിന് പോകുന്നത്? കാപ്പിപൊടി കഴിഞ്ഞ് പോന്നെന്നാ പറഞ്ഞു. ആഹാ, എന്നാ ഞാൻ വേഗം കുടിച്ച് റെഡിയാകാം. മോളെ, വരണേ. മോളെ, മോള് പോയേ പിന്നെ അമ്മ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാനോ? എന്നെ നീ ഉറക്കിയിട്ടുണ്ടോ? ഓരോ ദിവസം നിന്റെ കാര്യം പറഞ്ഞാ ഞങ്ങൾ നേരം വിളിപ്പിക്കുന്നത്. ഉഷ ഇവിടുത്തെ കാര്യം തന്നെ എപ്പോഴും പറയായിരുന്നു. അപ്പൊ രാജനെ ഈ വെളിവ് ഉറക്കിയിട്ടില്ല.